നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയ ഈ വീക്കിലെ ആദ്യ എപ്പിസോഡാണ്. ഈ മൺഡേ എപ്പിസോഡിൽ റാങ്കിങ് എപ്പിസോഡ് എന്ന് വേണം പറയാം. അത് റാങ്കിങ് എന്നുള്ള ടാസ്ക് ബിഗ് ബോസിന്റെ ഏറ്റവും ക്ലാസിക്കായ ടാസ്കായ റാങ്കിങ് ടാസ്ക് കൊടുക്കുകയാണ്. അതിനകത്ത് 1 മുതൽ 19 വരെയുള്ള സ്ഥാനങ്ങൾ ഇവർ പരസ്പരം ചോദിച്ച് മേടിക്കേണ്ട ഒരു ടാസ്ക്കാണ്. ഇതിനകത്ത് അനീഷിന്റെ ആദ്യം തന്നെ അനീഷ് 1ാം സ്ഥാനത്തിന് വേണ്ടി എനിക്ക് 1ാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അവിടെ കൂടുതലായിട്ട് വാദിച്ചത് അനീഷായിരുന്നു. അതുപോലെ ബാക്കിയുള്ളവർ പല പൊസിഷനിലേക്ക് എനിക്ക് 5ാം സ്ഥാനം മതി 7ാം സ്ഥാനം മതി എന്ന് പറയുമ്പോൾ എനിക്ക് 1ാം സ്ഥാനം വേണം എന്ന് പറഞ്ഞ് അനീഷ് ആദ്യം മുതൽ തന്നെ ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ 1 മുതൽ 19 വരെയുള്ളവർക്ക് വിവിധ സെക്കൻഡുകളിൽ പണിപ്പുരയിലേക്ക് കയറാനുള്ള ടൈമാണ് ഇതുവഴി കിട്ടുന്നത്. അത് പക്ഷേ ഒരാഴ്ചയിൽ പ്രകടനവും മൊത്തത്തിലുള്ള ഗെയിമിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ച് എല്ലാത്തിനും കൂടിയാണ് ഈ റാങ്കിങ് എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ കലാഭവൻ സരിക അവസാനം ഷാനവാസിനോട് പറയുന്നുണ്ട്, അതായത് പണിപ്പുരയിൽ കയറാനുള്ള ഒരു ഇതായിരുന്നെങ്കിൽ നമുക്ക് അനീഷിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ഓവറോൾ 1ാം സ്ഥാനം എന്ന് കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് വലിയൊരു പ്രിവിലേജ് ആയി ചിലപ്പോൾ അനീഷിനെ മാറിയേക്കാം, അദ്ദേഹത്തിന് നോമിനേഷൻ മുക്തി കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് വാശി എല്ലാവരും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 1ാം സ്ഥാനത്തിലേക്ക് അനീഷ് ചെയ്തതിലും തെറ്റില്ല, അല്ലെങ്കിൽ അനീഷിനെ 1ാം സ്ഥാനത്ത് ഇരുത്താതിരുന്ന കുറച്ച് പേരുടെ ആ ഒരു ടാക്ടിക്സും രണ്ടും ഒരുപോലെ ആ ഒരു ഗെയിമിന്റെ ഒരു സെൻസിൽ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ ശരിയാണ്. കാരണം എന്തുകൊണ്ട് അനീഷിന് 1ാം സ്ഥാനം കൊടുക്കണം? 1ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അനീഷ് പറയും ഇത്രയും ആൾക്കാരോട് മത്സരിച്ച് ഞാൻ 1ാം സ്ഥാനം നേടി. പക്ഷേ ഷാനവാസ് ഇത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു സമവായത്തിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ അനീഷിന്റെ കഴുത്തിൽ അത് അണിയിക്കുകയും പക്ഷേ പിന്നീട് ഒരുപാട് അപ്പാനി ശരത്ത് അതുപോലെ അപ്പാനി ശരത്തിനെയും പിന്നീട് ഷാനവാസ് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ടെങ്കിലും അക്ബർ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. കാരണം അക്ബർ 2 പ്രാവശ്യം പണിപ്പുരയിൽ പോയതാണ്, വീക്കിലി ടാസ്കിൽ മുന്നിൽ നിന്നാണ്, ഒരുപാട് അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും പോയിന്റ് പറയാം, ഈ വീട്ടിൽ എല്ലാവരും ഈക്വലാണ്, അനീഷ് ഈക്വലാണ് എന്നുള്ളത് പോലെ തന്നെ അക്ബറിനും അഭിപ്രായം പറയാം. അക്ബർ ആ ഒരു 1ാം സ്ഥാനത്തിന് വേണ്ടി വാദിക്കുകയാണ്. പക്ഷേ തുടർച്ചയായിട്ടുള്ള തന്റെ പ്രയോഗത്തിന്റെ ശീലം നമുക്കറിയാം. അനീഷ് ഒരു കാര്യം 5 പ്രാവശ്യം പറഞ്ഞ് വീണ്ടും അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ റെന 1ാം സ്ഥാനത്തേക്ക് അവിടെ ആ ഒരു പൊസിഷനിൽ വന്നിരിക്കുമ്പോൾ അവിടെ ചെറിയൊരു കാലിലേക്ക് ഒരു ഒരു കസേര കൊണ്ടുവച്ചുള്ള ഒരു അത് ഡ്രാമയാണെന്ന് പറയുന്നു. പക്ഷേ ക്ലിയർ ആയിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് അത് റെനയുടെ കാലിലേക്ക് വെക്കുന്നത്. അങ്ങനെ അനീഷ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ടാസ്ക് റദ്ദാക്കപ്പെടുകയാണ്. പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബിഗ് ബോസ് ഷോ നിർത്താൻ പോവുകയാണ്. പക്ഷേ അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ജിസേൽ, അതായത് ജിസേൽ അടക്കം ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞ ലക്ഷറി വസ്തുക്കൾ തിരിച്ചേൽപ്പിച്ചിട്ടില്ല. അത് തിരിച്ചേൽപ്പിക്കാമെന്ന് ബിഗ് ബോസിനോട് ഉറപ്പ് നൽകിയാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ജിസേൽ രാവിലെ തന്നെ ഇതെടുത്ത് ഉപയോഗിക്കുന്ന കണ്ട ബിന്നി അത് സാക്ഷ്യം പറയുന്നുണ്ട്, ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആദില നൂറയുടെ ആയിരുന്നു. അവരിനി ഒരു ഫ്രണ്ട്ഷിപ്പ് വിചാരിച്ച് കൊടുത്താണ്, ഇനിയുള്ള മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് രാവിലത്തെ ടാസ്ക് അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ആ പണിയിൽ പറയുന്നത് നിങ്ങൾ 6 പേരെ എല്ലാവരും പരസ്പരം അവരവരുടെ പോയിന്റ്സ് എടുത്തു പറഞ്ഞ് 6 പേരെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 പേര് രേണു, റെന, അതുപോലെ തന്നെ അനീഷ്, ഒനീൽ, അങ്ങനെ 6 പേര് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ വീക്കെൻഡ് എലിമിനേഷനിലേക്കുള്ള അടുത്ത നോമിനേഷൻ കൂടി വരികയാണ്. അപ്പോൾ അതിലും ഓൾറെഡി അക്ബറും ഷാനവാസും ഓൾറെഡി നോമിനേഷനിലുണ്ട്. ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ അഭിലാഷ് ഒഴികെ എല്ലാവരും നോമിനേഷനിലേക്ക് വരുന്ന അതിഗംഭീരമായ ഒരു നോമിനേഷൻ പ്രക്രിയയാണ് നടന്നത്. അത് എലിമിനേഷനിലേക്ക് ഇനി അഭിലാഷ് ഒഴികെ ആര് വേണമെങ്കിൽ എലിമിനേറ്റ് ആവാം. മിഡ് വീക്കിൽ 2 എലിമിനേഷൻ നടക്കുമെന്ന് പറയുന്നു. അതുപോലെ വീക്കെൻഡിൽ 1 എലിമിനേഷൻ, ടോട്ടൽ 3 എലിമിനേഷൻ. അപ്പോൾ 4 എലിമിനേഷൻ 2 ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വൈൽഡ് കാർഡ് വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇത്രയും ഗ്യാപ്പ് ഒരു ഹൗസിൽ ആദ്യത്തെ 2 വീക്കിൽ തന്നെ വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസിന്റെ പ്രകടനത്തിൽ ബിഗ് ബോസ് തൃപ്തനല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ആരായിരിക്കും ഇനി വൈൽഡ് കാർഡ് എന്ന് മാത്രമാണ് അറിയേണ്ടതുള്ളത്. തുടക്കത്തിൽ തന്നെ 4 പേരെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള എലിമിനേഷൻ എങ്ങനെ പോകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്യാപ്റ്റന് ഇഷ്ടമുള്ള ഒരു വസ്തു കൊടുക്കാൻ പറയുമ്പോൾ ക്യാപ്റ്റന് ഉപയോഗിക്കാത്ത ഒരു ചീപ്പാണ് പഴയ ക്യാപ്റ്റൻ കൊടുത്തിട്ട് ക്യാപ്റ്റൻസിലേക്ക് പോവുകയാണ്. അതുപോലെ ടീം സ്പ്ലിറ്റ് ചെയ്യുന്നതിനിടയിൽ ഷാനവാസ് അതിഗംഭീരമായിട്ട് കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കിച്ചൺ ടീം എന്ന് പറയുന്നത് നമുക്കറിയാം ഹൗസിനകത്ത് സാമാന്യം കുറവ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കിച്ചണിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മൊത്തം ഹൗസിലെ താളത്തെ ബാധിക്കുകയും അതുപോലെ കിച്ചണിൽ അപമര്യാദയെ പെരുമാറുക എന്നുള്ളത് ആരും അങ്ങനെ പ്രയോഗിക്കാത്ത ഒരു ടാക്ടിക്കും കൂടി ആയതുകൊണ്ട് അവിടത്തേക്ക് അനീഷ് കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന അനീഷ്, അക്ബർ, ആര്യൻ എന്നിവരെ, ജിസേൽ എന്നിവരെയൊക്കെ ഷാനവാസ് കിച്ചൺ ടീമിലേക്ക് ഇടുകയാണ്. അവിടെ അനീഷിനെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വെസൽ ടീമിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടാക്കുന്നു. വെസൽ ടീമിന് നെവിനെ ക്യാപ്റ്റനാക്കുന്നു. അതുപോലെ തന്നെ വാഷ്റൂമിൽ ഒനീലിനെ ക്യാപ്റ്റനാക്കുന്നു. അങ്ങനെ ഓരോ സെക്ഷനിൽ അവരവരെ ക്യാപ്റ്റനാക്കുന്നു. അനീഷിനെയാണ് കിച്ചൺ ക്യാപ്റ്റനാക്കിയത്. എന്നിട്ട് ഷാനവാസ് അവസാനം പറയും ഓരോ ക്യാപ്റ്റന്മാരുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഓരോ സെക്ഷൻ്റെ ഉത്തരവാദിത്തം അതായത് ക്യാപ്റ്റന്മാരാണ് എന്ന് പറയുന്നിടത്ത് തന്നെ കിച്ചൺ ടീമിന് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അനീഷ് ഉത്തരവാദിയാമെന്നുള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു തലയാണ് അവിടെ ഷാനവാസ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ്
പിന്നെ അവസാനം നടക്കുന്നത് ഇവർ ഒരു ടാസ്കിന് ഒരു തമാശ രൂപേണ ജിസേൽ അനുമോളിനോട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. അത് അനുമോളും ഷൈത്യയും അത് ആദില നൂറ പോലെയാണോ എന്നൊരു കാര്യത്തിൽ നോമിനേഷൻ വരുന്നുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷൻ പുറത്ത് ജിസേൽ ഗാർഡൻ ഏരിയയിൽ വെച്ച് പറയുന്നത് ഇതൊരു തമാശ രൂപേണ ഞാൻ പറഞ്ഞതാണ് എന്ന രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള ഇത് പോയത്. അപ്പോൾ അനീഷിൻ്റെ ഒന്നാം സ്ഥാനത്തിലുള്ള ഒറ്റയ്ക്കുള്ള പോരാട്ടവും എന്നാൽ അതേ വാശിയോടുകൂടി ബാക്കിയുള്ളവരും കൂടി പ്രവർത്തിച്ചപ്പോൾ സമായത്തിലാവാതെ പിരിഞ്ഞു പോയ ടാസ്കും മൊത്തത്തിൽ ടാസ്ക് നടക്കാത്തത് കൊണ്ട് തന്നെ അസംതൃപ്തനായ ബിഗ് ബോസ് അവർക്കൊരു മിഡ് വീക്ക് എവിക്ഷനും അതുപോലെ തന്നെ ഒരു വീക്ക്ലി എവിക്ഷനും മൊത്തം നോമിനേഷനുകൾ കൊണ്ട് നിറഞ്ഞ ഒരു എപ്പിസോഡായി ഈ എപ്പിസോഡ് മാറി. അപ്പോൾ നമുക്ക് മിഡ് വീക്ക് എവിക്ഷൻ എങ്ങനെയായിരിക്കും, എവിക്ഷൻ ഈ വീക്കെൻഡ് എവിക്ഷനിലേക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. താങ്ക്